25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് വീട് വിട്ട് പുറത്തിറങ്ങാതിരിക്കാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീട് വിട്ട് പുറത്തിറങ്ങരുത്, കറങ്ങാൻ പോവരുത്, മഞ്ഞിൽ കളിക്കരുത് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും പ്രത്യേക മതത്തില്, ഏതെങ്കിലും ഗ്രന്ഥത്തിലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പോവരുതെന്നുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ദൈവമായിരിക്കില്ല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളായിരിക്കും അത്. അപ്പൊ നിങ്ങളെന്തായാലും ഞാൻ എന്തിനെക്കുറിച്ചാ പറഞ്ഞു വന്നതെന്ന് നിങ്ങക്കറിയാൻ പറ്റും. നമ്മള് സോഷ്യൽ മീഡിയയില് ഇപ്പോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഒരു ഒരു ഉമ്മ മകളുടെ കൂടെ മണാലിയിലേക്ക് ട്രിപ്പ് പോയിരുന്നു ഡിസംബറില്. അപ്പൊ അത് കണ്ടിട്ട് കുരുപൊട്ടിയ ഒരാള് അവരുടെ മതപണ്ഡിതനാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ പണ്ഡിതൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ അദ്ദേഹത്തിന് ഒരുപാട് ഊക്കുകൾ കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് എതിർത്ത് പറയുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് എന്തായാലും അദ്ദേഹം പറയുന്നതിനോട് യോജിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇനി ആരെങ്കിലും കേൾക്കാത്തുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് നോക്കാട്ടോ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം 25 വർഷം മുമ്പേ ആട്ടോ ഭർത്താവ് മരിച്ചത്. ഇപ്പോ ഒരു കൊല്ലം ഇപ്പോ കഴിഞ്ഞ കൊല്ലം ഭർത്താവ് മരിച്ചതാ, അല്ലെങ്കിൽ ഈ കൊല്ലം ഭർത്താവ് മരിച്ചതാ, ഇപ്പോഴേ കറങ്ങാൻ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട് കേൾക്കുന്നവർക്ക്. ഇത് 25 വർഷം മുമ്പ് നടന്ന കാര്യം. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ആള് ഇപ്പോ പോയേക്കാണ് എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. എന്നിട്ട് പറയാ ഏതെങ്കിലും മൂലക്കിരുന്ന് അത് അവരുടെ എന്തോ ഒരു പറയുന്നുണ്ട്, അതെനിക്ക് കറക്റ്റ് അറിയില്ല, എന്തോ അവരുടെ മതപരമായ എന്തോ ഒരു കാര്യങ്ങളാണ് അത്. ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് അതും ഇപ്പൊ നമ്മൾ പറയില്ലേ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ അവരുടെ എന്തോ മുസ്ലിങ്ങളുടെ എന്തോ ഒരു കാര്യം മൂലക്കിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതിന് പകരം അങ്ങ് പോയേക്കാ വേറെ നാട്ടില്. എന്ത് ഉം ഇത് മഞ്ഞിൽ കളിക്കാൻ പോയേക്കാ, പിടിച്ചില്ല അയാൾക്ക്. ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. മഞ്ഞ് വാരി എറിഞ്ഞ് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മഞ്ഞ് വാരി എറിയാണ്ട് തിന്നു മഞ്ഞ്. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അവിടെ പോയി അയാൾക്ക് അവിടെ ആ ഉമ്മ അവിടെ പോയി. അതുകൂടാതെ ഫാത്തിമ വാ ഖദീജ വാ എന്ന് പറഞ്ഞ് വിളിച്ചതും ഇഷ്ടപ്പെട്ടില്ല. അവര് അവരുടെ പൈസക്ക് അവര് പോയി കറങ്ങാൻ. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവര് പോയി. മനുഷ്യനല്ലേ ഒരു ആ ഉമ്മ, ഒരു മനുഷ്യനല്ലേ. അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വല്ലയിടത്തും കറങ്ങാൻ പോയതിന് ഇങ്ങേര് വന്ന് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവരുടെയൊക്കെ അഭിപ്രായത്തില് സ്ത്രീകള് വീട്ടിലിരിക്കുക, ഇവർക്ക് പറയുമ്പോ ചായ ഉണ്ടാക്കുക, പറയുമ്പോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇവരുടെ ഇവരുടെ ജോലികൾ ചെയ്തു കൊടുക്കുക, അത്രയും. പിന്നെ കുട്ടികളെ പ്രസവിക്കുക, അവരെ നോക്കുക, ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ചെയ്യാവുള്ളൂ. അവര് വീട്ടിലിരുന്നോളണം. ഈ ആണുങ്ങൾക്ക് എല്ലായിടത്തും കറങ്ങി നടക്കാം, എന്ത് വേണം ചെയ്യാം, എത്ര പേരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇതൊക്കെ ആണുങ്ങൾക്ക് കുഴപ്പമില്ല. ഇവരുടെയൊക്കെ പിന്നെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള സ്ത്രീകളില് ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്നല്ല, പൊതുവെ സ്ത്രീകള് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്നറിയാമോ? അത് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഇയാളല്ല, വേറൊരാളാ ഇതേപോലെ തലയിൽ കുറെ തൊപ്പിയൊക്കെ ഇങ്ങനെ വെള്ള ഇതൊക്കെ കെട്ടിയ വേറൊരാൾ ഇപ്പുണ്ട്. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ, പേരറിയാനും താല്പര്യമൊന്നുമില്ല. അതും ഒരു പണ്ഡിതൻ ആണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരിമാർ അവർ അധ്വാനിക്കുന്നുണ്ട്. ആ ഒരു അധ്വാനത്തിൽ അവർ വലിയ നല്ല നീയത്തോടുകൂടെ അള്ളാഹുവിനെ തവക്കുലാക്കി ഭക്ഷണം ഭർത്താവിനും മക്കൾക്കും പാകം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് വലിയ ഫضലുകൾ അവർക്ക് കൊടുക്കും. നല്ല ആരോഗ്യം അള്ളാഹു കൊടുക്കും. നല്ല ആരോഗ്യം അവർക്ക് കൊടുക്കും. നല്ല ഭംഗി അള്ളാഹു അവർക്ക് കൊടുക്കും. അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം അള്ളാഹു കൊടുക്കും. ഇദ്ദേഹം പറയുന്നത് ഈ വീട്ടിലെ സ്ത്രീകള് ഭർത്താവിനും മക്കൾക്കൊക്കെ വെച്ച് വിളമ്പി കൊടുത്താലാണ് അവർക്ക് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ അള്ളാഹു കൊടുക്കുന്നതെന്ന്. അത് ഏത് അള്ളാഹു ആണ്? അല്ല, ഏത് അള്ളാഹു? അള്ളാഹു എപ്പോഴാണ് അത് പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലോട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെയൊക്കെ
ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെയൊന്നുമില്ല. ഒന്ന് ആലോചിച്ചൂടെ? ഏഹ് സ്ത്രീകള് ജനിപ്പിച്ചേക്കുന്നത് ഈ ഭക്ഷണം ഉണ്ടാക്കാനും ഇതിനും വേണ്ടിയൊന്നും മാത്രമല്ല. അത് മനസ്സിലാക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ചിലപ്പോ ചില സ്ത്രീകളും ഇതുപോലെ ഇവരുടെ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് "ഒയ്യോ! ഇത് അള്ളാഹു പറയുന്നതാണ് ഇവര് പറയുന്നേ" എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിരിപ്പുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെ വീട്ടിലെ ആണുങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ വേറെ ഏതെങ്കിലും ഇതൊക്കെ തെറ്റാണ് എന്നുള്ള അറിയാവുന്നവര് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങള് ഹെൽപ്പ് ചെയ്യുക. അവരെയും ഇതുപോലെയൊക്കെ ഇപ്പൊ ആ ഉമ്മ പോയ പോലെ അവിടെയൊന്നും പോവാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ കൊണ്ടുപോവുക. അവര് ഈ ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ജീവിതമാണ് നമ്മുടെ. നമ്മുടെ ഈ ജീവിതമൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്ര വലിയൊരു പ്രപഞ്ചത്തില് നമ്മളൊക്കെ വെറും ഉറുമ്പിന്റെ തരി പോലും നമ്മളില്ല. അങ്ങനത്തേക്കൊരു ജീവിതമാണ്. ഇതൊക്കെ വിശ്വസിച്ച് ഇതിനൊക്കെ കൂടെ തുള്ളി നടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വെറുതെയാണ് നമ്മള് ഈ ഒരു 10, 60 കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ്സ് ഒരു 10, 60 കൊല്ലമാണ്. ഈ 10, 60 കൊല്ലം ജീവിച്ചിരിക്കുന്നെ. അപ്പോ ഇതൊക്കെ കേട്ട് വിശ്വസിക്കാതിരിക്കുക. അധ്വാനിക്കണം. എന്നും കാറ്ററിംഗിന്റെ ആളുകളാണെങ്കിൽ, ഹോട്ടലിൽ നിന്ന് സാധനം വാങ്ങുന്ന ആളുകളാണെങ്കിൽ അത്ര ഉണ്ടാവൂല. എപ്പോഴും അങ്ങനെയാണ്. സ്നേഹമുള്ള ഒരു ഭാര്യയാകുമ്പോൾ എപ്പോഴും പറയും, വീട്ടിൽ 1, 2, 3 ജോലിക്കാരുണ്ടെങ്കിലും സ്നേഹമുള്ള ഒരു സഹോദരിയാണെങ്കിൽ പറയും, ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം, അടിച്ചു വരല് ജോലി ചെയ്തോട്ടെ, പാത്രം കഴുകാൻ അവർ കഴുകിക്കോട്ടെ. ഇയാൾ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. എന്താ കാറ്ററിംഗിന്റെ ആൾക്കാർ എന്ന് വെച്ചാൽ അത് പറയണേ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നവരുണ്ടല്ലോ. അപ്പോ ഈ ഇതൊന്നും കിട്ടില്ലാന്ന്. ഈ അള്ളാഹുവിന്റെ ഈ ഒരു അനുഗ്രഹങ്ങളൊന്നും കിട്ടില്ല. ആഹ് ഇപ്പോ വീട്ടില് ജോലിക്കാരുണ്ടെങ്കിലും അവരോട് നിങ്ങള് മുറ്റടിച്ചോ ഞാൻ ഉണ്ടാക്കിക്കോളാം ഭക്ഷണം എന്ന് പറഞ്ഞ് വീട്ടിലെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീകള് മുതിർന്നത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോ സ്ത്രീകളൊക്കെ തന്നെയാണ് വീട്ടിൽ പാചകങ്ങൾ ചെയ്യുന്നത്. അത് അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് അതിന് കുഴപ്പമില്ലെങ്കിൽ അവരത് ചെയ്യട്ടെ. അല്ലാതെ നിങ്ങൾ തന്നെ ചെയ്യണം. ഇങ്ങനെയാണ് അള്ളാഹുവിന് ഇതാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയട്ടെ. ഇവരെയൊക്കെ നമുക്കെന്നല്ല ആർക്കും ഇനി എന്താ പറയാ ഉപദേശിച്ച് നന്നാക്കാനോ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ ഒന്നും പറ്റൂല. ഉം, നമ്മള് നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക. ഇവരിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നാലോ എന്തെങ്കിലും വിഷമം വന്നാലോ ഇവരൊന്നും ഉണ്ടാവില്ല കൂടെ. ഇങ്ങനെ ആരെങ്കിലും സന്തോഷിച്ച് ഇങ്ങനെ നടക്കണ കാണുമ്പോൾ ഇതുപോലെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ ഇരുന്ന് പറയാനുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ ആരും ഉണ്ടാവില്ല സഹായിക്കാനായിട്ടേ. അപ്പൊ നമ്മള് ജീവിക്കുമ്പോൾ നമ്മള് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ നമ്മുടെ കാര്യങ്ങള് നമ്മളാണ് തീരുമാനിക്കുന്നത്. വേറെ ആരുടെയും ഇത് നോക്കി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ആരും അതിലില്ല. ഇങ്ങനെയുള്ളവര് പറയണെങ്കിൽ പറയട്ടെ. പക്ഷെ എന്താ പറയാ ഇപ്പൊ നമ്മളൊരു ഫാമിലി, ആ ഫാമിലിയിലുള്ളവര് അവര് പറയുന്നത് എന്താ എന്നുള്ളത് കേൾക്കാം. അല്ലാതെ ഇങ്ങനെ അതിന്റെ പുറത്തുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പറ്റുന്നവര് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഉമ്മ ആ മകളുടെ കൂടെയാ പോയത്, അല്ലാതെ കാമുവിന്റെ കൂടെ ഒന്നും പോയതല്ല. ഇങ്ങനെ പറയുന്ന കേട്ടാ തോന്നും ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ദേ വേറൊരു ആളുടെ കൂടെ കറങ്ങാൻ പോയേക്കണു മഞ്ഞില് എന്ന്. അങ്ങനെയാണ്, അതുപോലെയാണ് പറയുന്നത് ആ രീതിയെ. ഇത് സ്വന്തം മകള് കൊണ്ടുപോയത് ആ ഉമ്മ എന്തോരം കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്നൊക്കെ അവരതിൽ പറയുന്നുണ്ട്. എന്താ ഒരുപാട് പണിക്കൊക്കെ പോയി. കാരണം ഭർത്താവ് മരിച്ച് അത്രയും നാൾ മുമ്പ് മരിച്ചതാ. അപ്പോൾ ഈ ഉമ്മ പണിക്ക് പോയിട്ടാണ് ഈ പിള്ളേരെയൊക്കെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ. അപ്പോൾ ആ കുട്ടി അതിന്റെ ഉമ്മയ്ക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം, കൊണ്ടുപോയി ഒന്ന് കാണിക്കണം, കറങ്ങണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വന്നു. ആ കുട്ടി കൊണ്ടുപോയി. ആ ഉമ്മയ്ക്കും എന്താ പറയാ അത്രയും പ്രായമായെങ്കിലും ആ ഒരു പോവാനായിട്ട് ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ പുള്ളിക്കാരത്തിയും പോയി. അവിടെ പോയി എൻജോയ് ചെയ്തു. അതിനിപ്പോ വേറൊരാള് ഇങ്ങനെ വന്ന് പറയണത് ഒരു മോശപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ എങ്ങനെയാ പണ്ഡിതൻ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് കേൾക്കാനായിട്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. മൈക്കിൽ സംസാരിക്കുകയാണ്, ആരോ കേൾക്കാനൊക്കെ ഇരിപ്പുണ്ട്. ഇവരൊക്കെ അപ്പോൾ ഈ ഒരു മെന്റാലിറ്റി ഉള്ള ആളായിരിക്കും. ആരെങ്കിലും ഒരാളെ എതിർത്ത് ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾക്ക് കുറച്ചെങ്കിലും ഒന്ന് കാര്യങ്ങൾ മനസ്സിലായേനെ. പക്ഷെ അറിയാലോ ഇതിന് പോകുമ്പോൾ അത് കേൾക്കാൻ പോകുമ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാരായിരിക്കുമല്ലോ പോകുന്നത്. ഇവരുടെയൊക്കെ ഒരു പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ട് ഇനി വീട്ടിലെ സ്ത്രീകളൊക്കെ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സമയത്തിന് ചായയും സമയത്തിന് ഭക്ഷണമൊന്നും തരാനായിട്ട് ആൾക്കാരുണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു പേടി ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കും ഇങ്ങനെ ഇതിനൊക്കെ രോഷം കൊള്ളുന്നത് ഇങ്ങനെ. അപ്പൊ എന്തായാലും പുള്ളി ഇപ്പോൾ എയറിലാണെന്നാണ് കേട്ടത്. ന്യൂസിലും ഒക്കെ എല്ലാത്തിലും വിമർശിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും പറയാതിരിക്കട്ടെ. ഇപ്പോ ആ ഉമ്മയുടെ മകള് പറയുന്നുണ്ട് അവർക്കിപ്പോ ഒരു സമാധാനം ഇല്ലാതിരിക്കുകയാണ്. ആ ഉമ്മ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയാണെന്നൊക്കെ ഒരു ഇതിൽ ഞാൻ കണ്ടതാണ്. മകള് പറഞ്ഞു എന്ന്. അതിന്റെ ഒരു ആവശ്യമില്ല. ഉമ്മയ്ക്ക് പുറത്ത് ഇറങ്ങണ്ടെങ്കിൽ ഇറങ്ങിക്കോ.
ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചിലവരൊക്കെ ചെന്ന് പറയുന്നുണ്ടാവേ, ഇങ്ങനെ കേട്ടല്ലോ, ഇങ്ങനെ ഇയാള് ഇതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ, ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്കതൊരു വിഷമമാവും. അപ്പൊ ഇത്രയും സന്തോഷിച്ച് അവിടെയൊക്കെ പോയി ഇത്രയും സന്തോഷിച്ച് വന്ന ആ ഒരു ഉമ്മയ്ക്കും മോക്കും ഇവിടെ വന്നപ്പോൾ ആ സന്തോഷമൊക്കെ ഇല്ലാണ്ടാക്കുകയാണ് ഇങ്ങേര് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നൊന്നും അവർ കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഓർത്തിട്ട്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ഇട്ടു, ഇതിപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റൂല. ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. നമ്മുടെ ലോകം അതാ, നമ്മുടെ കേരളത്തിലൊക്കെ എന്തോരം പേരുണ്ട്. അതിപ്പോ എല്ലാവർക്കും ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് നോക്കി നമ്മളൊന്നും ചെയ്യണം. നമുക്ക് സന്തോഷം കിട്ടിയോ അത് മതി. ഇതും പേടിച്ചുകൊണ്ട് ആരും പുറത്തിറങ്ങാതെ ഒന്നും ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാം. എന്താ എതിരഭിപ്രായം ഉണ്ടെങ്കിലും പറയാം, സഭ്യതയോടെ പറയാട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. ഇതുപോലെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നീട് ചിലപ്പോൾ പേര് മറക്കും, എൻ്റെ പേര് മറന്നു പോകും. അതുകൊണ്ട് പിന്നീട് നോക്കിയാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ.